ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബീഫ് ലിവർ പെപ്പർ റോസ്റ്റാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി. നമ്മൾ കറി വയ്ക്കുന്നത് മാത്രമല്ല, കറി വയ്ക്കുന്നതിന് മുന്നേ നമ്മൾ ഇതിനെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിന് നോട്ടിഫിക്കേഷൻസും കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടിയും ഒന്ന് പ്രസ് ചെയ്യാനായിട്ട് ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ 1/2 കിലോ ബീഫിൻ്റെ ലിവറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന് മേലെ ഒരു നേരിയൊരു പാടയുണ്ട്, കണ്ടോ? ഈ പാട അത് ഭയങ്കര എന്താ പറയുക, റബ്ബർ പോലെ ഇരിക്കുന്ന സാധനമാണ്. അത് നമ്മൾ വലിച്ച പൊട്ടുന്നില്ല, അത്രയും സ്ട്രോങ് ആണ്. അപ്പോൾ അതെടുത്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ കറി വയ്ക്കാനായിട്ട്. എല്ലാവരും ഇത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അധികമൊന്നും ആളുകൾ ചെയ്യണ കണ്ടിട്ടില്ല. ഇതിങ്ങനെ നമ്മൾ വാങ്ങിക്കുമ്പം തന്നെ അവിടെ നിന്ന് കട്ട് ചെയ്ത് തരും. അത് ഇവിടെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കറി വയ്ക്കും. മിക്കവരും അങ്ങനെയാണ് ചെയ്യണത്. ഈ പാടെടുത്ത് കളയണതൊന്നും ഞാൻ മിക്കവരും ചെയ്യണത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ ആ പാടെടുത്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ ബീഫിൻ്റെ ലിവറും, ബീഫിൻ്റെ മാത്രമല്ല മട്ടൻ്റെ ആയാലും ലിവർ നമ്മൾ കറി വയ്ക്കാനായിട്ട്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കി എടുക്കാം. വലിയ പീസാക്കി വെക്കാം, പക്ഷേ എപ്പോഴും നല്ലത് ചെറിയ പീസാക്കി വെക്കുന്നതാണ്. കാരണം നമ്മൾ 2 മിനിറ്റ് ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ടാണ് എടുക്കുന്നത്. ലിവർ കഴിക്കുമ്പോൾ നമുക്കൊരു മട്ടിപ്പൊക്കെ തോന്നും. അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ തിളപ്പിച്ച് ഊറ്റണത്. അത് തിളപ്പിച്ചിട്ട് ആ വെള്ളം കളയണം, എന്നിട്ട് വേണം നമ്മൾ കറി വയ്ക്കാനായിട്ട്. കാരണം നമ്മൾ സാധാരണ നമ്മൾ ബീഫൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കണ അത്ര ആ ബീഫിൻ്റെ ലിവർ വെച്ചാൽ നമ്മൾ കഴിക്കില്ല. കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് മട്ടിപ്പോവും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് തിളപ്പിച്ച് വെള്ളം ഊറ്റി കളയുന്നത്. അതുമാത്രമല്ല, കുരുമുളക് ഇട്ട് വയ്ക്കുമ്പോൾ അതിനുള്ളിലൊക്കെ ശരിക്കും പിടിച്ച് മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആവാനായിട്ട് എപ്പോഴും ലിവർ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെറുതാക്കി തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഒരു 3-4 പ്രാവശ്യം നമ്മളത് കഴുകി അതിൻ്റെ ആ ബ്ലഡൊക്കെ ശരിക്കും കളഞ്ഞെടുക്കാം. അപ്പോൾ ഞാനത് കഴുകി നല്ലതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിന് വേണ്ടി ഞാനൊരു ഇൻഡാലിയത്തിൻ്റെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊരു കപ്പ് നിറയെ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിന് മേലെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 2 മിനിറ്റ് തിളപ്പിക്കുക. തിളപ്പിച്ച് കഴിയുമ്പോൾ തന്നെ ലിവർ പെട്ടെന്ന് തന്നെ വേവണ ഒരു സാധനമാണ്. ഒരു 3/4 ഭാഗവും വേവ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ ഈ ലിവർ മാത്രം കോരിയെടുത്തിട്ട് വെള്ളം നമുക്ക് കളയാം. നമ്മൾ ഉപ്പും ഒന്നും ഇടാതെ വെറുതെ ലിവർ മാത്രമാണ് ഇട്ട് വേവിക്കുന്നത്. ഉപ്പ് ഇടുന്നില്ല, മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഒന്നും തന്നെ നമ്മൾ ഇടുന്നില്ല. വെറുതെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് വെള്ളം നമുക്ക് കളയാം. ഇനി നമുക്കിത് കറി വയ്ക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചിട്ട് കൊടുക്കുക. കാരണം ഇതിനൊക്കെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇത്തിരി അധികം ചേർക്കണം, നല്ലതാണ്. ഒരു 2 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ 4 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാള ഇത്തിരി കൂടുതലായിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ നമ്മൾ നന്നായി മൊരിയിച്ച് നല്ല ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. അതല്ലെങ്കിൽ ലിവറിന് നേരിയൊരു മതിരിപ്പാണ്. അതുപോലെ തന്നെ സവാളയും കൂടി ഇടുമ്പോൾ നല്ലൊരു മതിരിപ്പായിട്ട് വരും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സവാള നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു അല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് വഴണ്ടി കിട്ടും. ഇപ്പോൾ സവാള ഒരുവിധം ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. നമ്മുടെ ഇതിൽ മെയിൻ
ഇതിൽ ചേർക്കണ മസാല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുരുമുളകാണ്. അപ്പോൾ അത്രയും അധികം ഒരു 2 സ്പൂൺ നിറയെ കുരുമുളക് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് പൊടിയെല്ലാം ഒന്ന് ക്രഷ് ചെയ്തിട്ടേ ഉള്ളൂ. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ നിറയെ തന്നെ മീറ്റ് മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു 1/4 സ്പൂണിന് കുറച്ചും കൂടി ആവാം പെരുംജീരകം പൊടിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. ശരിക്കും നല്ല ഡാർക്ക് കളറാവുന്ന വരെ തന്നെ നമുക്കിത് മൂപ്പിച്ചെടുക്കാം. ശരിക്കും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് മതി, കൂടുതൽ വേണ്ട. കാരണം നമുക്ക് ഈ ലിവർ ഒരുവിധം വെന്ത് കഴിഞ്ഞതാണ്, ഒരു 80% വെന്ത് കഴിഞ്ഞാണ്. പിന്നെ നമുക്ക് ഈ മസാലയൊക്കെ ശരിക്കും ലിവറിനുള്ളിൽ കയറാനും അതിനൊക്കെ വേണ്ടി മാത്രമാണ്. ആ ഉപ്പൊക്കെ ശരിക്കും ലിവറിൽ പിടിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി മാത്രം നമ്മൾ കുറച്ച് വെള്ളം, 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരല്പം ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുക. കാരണം ഉപ്പ് നമ്മൾ സവാള വഴറ്റിയപ്പം ഒരു പിഞ്ചുപ്പും ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 1/4 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. പക്ഷെ ലാസ്റ്റ് നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ലിവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി ആ മസാല എല്ലാം എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഒന്ന് ആക്കി കൊടുക്കാം. ഇപ്പം എല്ലായിടത്തും ആവുന്ന രീതിയിൽ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ആദ്യം നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിലിടുക. പിന്നെ നമുക്കൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ ഒന്ന് ഫുൾ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഇതൊന്ന് പറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കാം. ശരിക്കും ഡ്രൈ ആയിക്കോട്ടെ. കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ഇത് ഡ്രൈ ആയി ഇരിക്കണം, അതാണ് ടേസ്റ്റ്. ഒരുവിധം ഡ്രൈ ആയിട്ടുണ്ട്. സമയത്ത് ഉപ്പും അതുപോലെ തന്നെ അതിൻ്റെ ആ നേരിയൊരു പുളിപ്പൊക്കെ ശരിക്കും നോക്കണം. നേരിയ പുളിക്ക് വേണ്ടിയാണ് നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ വേണ്ട, ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഒരു സവാള നേരിതാക്കി അരിഞ്ഞിട്ട് അത് കുറച്ച് വിനാഗിരിയും കൂടി മിക്സ് ചെയ്തൊന്ന് ഇളക്കിയിട്ട് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മാത്രം ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് മൊത്തത്തിലൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. കാരണം ആ സവാളയുടെ ആ ഒരു ക്രഞ്ചി ആയിരിക്കുന്ന ആ ഒരു പരുവുണ്ടല്ലോ, അത് മാറരുത്. നമ്മളിത് കഴിക്കുമ്പോൾ ആ സവാള, നമ്മൾ പച്ച സവാള കടിക്കുന്ന ആ ഒരു ഫീലിലായിരിക്കണം നമ്മളത് സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം നമ്മൾ സവാള ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് പറ്റാവുന്നത്ര പേർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ അത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.